അപ്പം അങ്ങനെ ഈ ചരിത്ര പഠനം എന്ന് പറഞ്ഞത് നമ്മൾ വലുതായതിൻ്റെ ശേഷം പഠിക്കണമാണ് ശരിക്ക്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ചരിത്രം പഠിപ്പിക്കണം എന്നാണ്. പ്രത്യേകിച്ച് നബി തങ്ങളുടെ ചരിത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പഠിപ്പിക്കണം. നബി തങ്ങളുടെ ചരിത്രം പഠിപ്പിക്കണം. ഇന്നിപ്പോൾ നമ്മൾ റബീഉൽ അവ്വൽ 12 നമ്മളെ നാട്ടിലൊക്കെ നബിദിന പരിപാടി ഉണ്ടാവും. പക്ഷേ കുട്ടികൾ പ്രസംഗിക്കുന്ന പ്രസംഗമൊക്കെ ഇൻ്റർനാഷണൽ സബ്ജക്റ്റ് ആയിരിക്കും. വലിയ അവിടെ എന്തുണ്ടായി, ഇവിടെ എന്തുണ്ടായി, സുഡാനിൽ എന്തുണ്ടായി എന്നൊക്കെ പഠിപ്പിക്കുക. ശരിക്കും കുട്ടികൾ പറയേണ്ടത് കുട്ടികളുടെ പ്രവാചകൻ നബി തങ്ങളുടെ കുട്ടിക്കാലം, ഇതൊക്കെയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം പഠിക്കാൻ മാത്രമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കാൻ പഠിച്ചത് സഅദിയ ഗോത്രത്തിൽ നിന്നാണ്. ഹലീമത്തു സഅദിയ, ഹലീമ ബീവിയാണ് നബിനെ വർത്താനം പറയാൻ പഠിപ്പിച്ചത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ ഭാഷ സംസാരിക്കുന്ന ആൾ ഞാനാണ്. കാരണം ഞാൻ സഅദിയ ഗോത്രത്തിൽ നിന്നാണ് സംസാരം പഠിച്ചിട്ടുള്ളത്. മക്കക്കാർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മക്കയിലുള്ളത് കച്ചവടക്കാരാണ്, വർത്തക മുതലാളിമാരാണ്, കച്ചവടക്കാരാണ്. കച്ചവടക്കാരായതുകൊണ്ട് തന്നെ വർത്താനം പറയുമ്പോൾ എല്ലാ ഭാഷയും ഉണ്ടാവും. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിലൊക്കെ കുറച്ചാലും ജിദ്ദയിലൊക്കെ കുറച്ചാലും പോയി നിന്ന ആൾ പിന്നെ നാട്ടിൽ വന്നാൽ ഓൻ വർത്താനം പറയുമ്പോൾ അതിൽ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ബംഗാളിയും ഒക്കെ ഉണ്ടാവും. അങ്ങാടിയത്തെ ഒരു വർത്താനം പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ നബി തങ്ങൾ വർത്താനം പറയുമ്പോൾ അറബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും പരിശുദ്ധമായ അറബി. അതിന് മുത്തുനബി തന്നെ കാരണം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫസീഹായ അറബി സംസാരിക്കുന്ന ആൾ ഞാനാണ്. കാരണം ഞാൻ സഅദിയ ഗോത്രത്തിൽ നിന്നാണ് സംസാരം പഠിച്ചത്. 3-ാമത്തെ വയസ്സിൽ ഹലീമ ബീവിയുടെ കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. മുലയൂട്ടാൻ വേണ്ടി ഉമ്മയിൽ നിന്ന്, അബ്ദുൽ മുത്തലിബിൽ നിന്ന് നബി തങ്ങളെ വാങ്ങി ഹലീമ ബീവി റളിയല്ലാഹുവിനെ കൊണ്ടുപോയി. 2 വർഷത്തിനാണ് കരാറ്. അതിൻ്റെ ഇടയിൽ 1 വർഷം പൂർത്തിയാകുമ്പോൾ ഒന്ന് കൊടുന്ന് ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിർത്തി ഒന്ന് കാണിച്ചു കൊടുത്ത് പിന്നെയും കൊണ്ടുപോകും. 2-ാം കൊല്ലം പൂർത്തിയാകുമ്പോൾ വീണ്ടും മുലകുടി മാറ്റിയിട്ട് കൊണ്ടുവരും. പക്ഷേ നബി തങ്ങളെ 3-ാം പ്രാവശ്യവും കൊണ്ടുപോയി. 2 വയസ്സ് കഴിഞ്ഞപ്പോൾ കൊടുന്നാക്കാൻ വേണ്ടി വന്നു. കുറച്ചും കൂടി ഞാൻ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതം വാങ്ങിയിട്ട് 3-ാമതും കൊണ്ടുപോയി. 3-ാമത് കൊണ്ടുപോയ സമയത്താണ് നെഞ്ച് കിളർത്തിയ അത്ഭുത സംഭവം ഉണ്ടായത്. മഹാനായ സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നെഞ്ച് പിളർത്തി അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്ത സർജറി നടത്തിയ സ്ഥലം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടയാളം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. കെട്ടുകഥയല്ല എന്നർത്ഥം, ഒറിജിനൽ സർജറി തന്നെയായിരുന്നു. ഹൃദയം പുറത്തെടുക്കുകയും കഴുകി വൃത്തിയാക്കി അതേ സ്ഥാനത്ത് മടക്കി വെച്ച് തുന്നിക്കെട്ടി അവർ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത് ഒറിജിനലാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തത്ഹീറിനെ കുറിച്ച് സയ്യിദുൽ ഉലമ പറയണ്ടായി, ഒറിജിനലാണ്. എന്തേ കാരണം? അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആ സർജറി നടന്ന സ്ഥലം എനിക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ട്. കാണിച്ചു കൊടുക്കാതെ കാണൂല, കാരണം നബി തങ്ങൾ കുപ്പായിടാതിരിക്കലില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷർട്ട് ധരിക്കാതെ, കമീസ് ധരിക്കാതെയോ ഷർട്ട് ധരിക്കാതെയോ കുപ്പായം ധരിക്കാതെ ഇരിക്കാറില്ല. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കുപ്പായം ധരിക്കാത്ത സമയം തെരഞ്ഞെടുത്തിട്ട് കിട്ടിയില്ല. പൂർവകാല വേദങ്ങളിൽ നിന്ന് അദ്ദേഹം നബി തങ്ങളുടെ മുതുകത്ത് പ്രവാചകത്വം അറിയിക്കുന്ന ഒരു അടയാളമുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. മദീനയിൽ ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ അടിമയായാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എത്തിച്ചേരുന്നത്. അപ്പോഴാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നത്. താൻ പഠിച്ചതനുസരിച്ചുള്ള ലക്ഷണങ്ങൾ നബി തങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. സ്വതക്ക ഭക്ഷിക്കയില്ല എന്നതായിരുന്നു 1-ാമത്തെ ലക്ഷണം. അത് നബി തങ്ങളിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദിയ ഭക്ഷിക്കുമെന്നതായിരുന്നു 2-ാമത്തെ ലക്ഷണം. അതും നബി തങ്ങളിൽ കണ്ടു. പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു അടയാളം മുതുകത്തുണ്ട് എന്നതായിരുന്നു 3-ാമത്തെ ലക്ഷണം. എങ്ങനെ നോക്കിയിട്ടും കാണാനില്ല, കാരണം നബി തങ്ങൾ ഷർട്ട് ധരിക്കാതെ നടക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ
സ്വഹാബികളിൽപ്പെട്ട ഒരു പ്രമുഖനായ ആൾ മരണപ്പെട്ടു. എല്ലാവരും ജനാസ മറവ് ചെയ്യുന്നതിന്, ഖബർ കളക്കുന്നതിന്, കുളിപ്പിക്കുന്നതിന്, കഫൻ ചെയ്യുന്നതിനൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മുത്തുനബിയുമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാൻ അൽ ഫാരിസിയും വന്നു. ഖബർ കളക്കണതിൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് വലത്തെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി കാണാണ്ടോന്ന്. നബി തങ്ങൾ ഖബർ കളക്കാൻ കൂടെയുണ്ട്, കുപ്പായം കഴിച്ചിട്ടില്ല. പിന്നൊന്ന് ഇടത്തെ സൈഡിൽ വന്നിട്ട് ഇങ്ങോട്ട് നോക്കി കാണാണ്ടോന്ന്. അങ്ങനെ രണ്ട് സൈഡിലും മാറി മാറി മറവിയൽ കയ്യോളം നോക്കിയിട്ടും കണ്ടില്ല. എല്ലാവരും മറവ് ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം പോയപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനെ വിളിച്ചു. സൽമാനല്ലേ ആ നിൽക്കണമെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഇവിടെ വാറണം. കുപ്പായത്തിൻ്റെ കുടുക്കഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതല്ല ജാ നോക്കണ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനിലേക്ക് വന്നത് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖിൽ കാണാം. ഞാനിത് പറഞ്ഞത് നബി തങ്ങൾ കുപ്പായിടാതിരിക്കലില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സമയങ്ങളിലും അങ്ങനെയായിരുന്നു. അപ്പോൾ നെഞ്ച് പിളർന്ന അത്ഭുത സംഭവം ഉണ്ടായി എന്നല്ല, നെഞ്ച് കീറിയ സ്ഥലം അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 വയസ്സ് കഴിഞ്ഞ് നബി തങ്ങളെ കൊടുന്നാക്കി ഹലീമ ബിവി റളിയല്ലാഹു അൻഹ പോയി. നബി തങ്ങൾ മുറ്റത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കണേൻ്റെ ഇടയിൽ പെട്ടെന്ന് നബിനെ കാണാനില്ലാതായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ മുത്തലിബ് എല്ലാ ഭാഗങ്ങളിലും അന്വേഷിച്ചു. കാണാനില്ലാതെ വന്നപ്പോൾ മൊത്തത്തിൽ വിളംബരം ചെയ്തു, മുഹമ്മദിനെ കാണാനില്ല എന്ന് പരസ്യം ചെയ്തു. എവിടെ അന്വേഷിച്ചിട്ടും കാണാനില്ല. അവസാനം മുഹമ്മദിനെ തിരിച്ചു കിട്ടിയാൽ ഒരൊട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം ദാനം ചെയ്യാമെന്ന് അബ്ദുൽ മുത്തലിബ് നേർച്ചയാക്കി. പരിശുദ്ധമായ കഅബയുടെ അടുക്കൽ ചെന്ന് കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്തു. അപ്പോൾ ഒരു അശരീരി കേട്ടു. യമനിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴിയിലേക്ക് പ്രവേശിച്ചാൽ വലതുഭാഗത്ത് കാണുന്ന മരത്തിൻ്റെ ചുവട്ടിൽ മുഹമ്മദ് ഉണ്ട് എന്നതായിരുന്നു അശരീരി. അബ്ദുൽ മുത്തലിബും വറഖത്ത് ബിൻ നൗഫലും അശരീരിയിൽ പറഞ്ഞ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. യമനിലേക്ക് പോകുന്ന വഴിയിൽ വലതുവശത്ത് കണ്ട മരച്ചുവട്ടിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരത്തിൻ്റെ ചില്ലകൾ ഒഴിച്ചുകൊണ്ട് കളിക്കുകയായിരുന്നു. അവിടുന്ന് നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അബ്ദുൽ മുത്തലിബ് തൻ്റെ നേർച്ച നിറവേറ്റുകയുണ്ടായി എന്നാണ്. ഞാനിത് പറഞ്ഞത് എന്തിനാ വെച്ചാൽ കുട്ടികൾക്ക് കുട്ടിയായ നബിനൊന്ന് പഠിപ്പിക്കണം. ആദ്യം നമ്മൾ ഈമാനിൻ്റെ അസ്ല് മുസ്തഫായ നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വകുല്ലു മാ ആതാ ബിഹിർ റസൂലു ഫഹഖു തസ്ലീമു വൽ ഖബൂലു. സയ്യിദുനാ അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് വകുല്ലു മാ ആതാ ബിഹിർ റസൂലു. അതാണ് ഈമാനിൻ്റെ അസ്ല് എന്ന് പറയുന്നത്. അതുണ്ടാവണമെങ്കിൽ മുത്തുനബിയോട് താല്പര്യമുണ്ടാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കൊല്ലം കഴിഞ്ഞിട്ട് വാർഡ്ക്ക് മത്സരിക്കാൻ വേണ്ടി ഈ 5 കൊല്ലം വേണമെങ്കിൽ നുണ പറയാതിരുന്നോക്കാം. 5 കൊല്ലം കഴിഞ്ഞിട്ട് വാർഡ്ക്ക് മത്സരിക്കാണ്ട്. അപ്പോൾ തൽക്കാലം നല്ല കുട്ടിയായിട്ട് ഈ 5 കൊല്ലം നുണയൊന്നും പറയില്ല, തുണിങ്ങൊന്നും മടക്കി കുത്തൂല, നല്ലൽക്ക് ഇങ്ങനെ നിര്യാളിൻ്റെ താഴത്തേക്കൊന്നും വലിച്ചേക്കൂല. അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് മത്സരിക്കാനുള്ളതാണ്. 40 കൊല്ലം കഴിഞ്ഞിട്ട് നുബുവത്ത് കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ട് 3-ാമത്തെ വയസ്സിൽ നുണരാതിരിക്കാൻ കഴിയൂല. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. നബി തങ്ങളുടെ ഔറത്ത് പോലും ആരും കണ്ടിട്ടില്ല എന്നാണ്. കഅബ പുനർനിർമ്മിക്കാൻ വേണ്ടി കല്ല് കൊണ്ടുവരികയാണ് എല്ലാവരും. കഅബ നബി തങ്ങളുടെ കാലത്ത്, ഖുറൈശികളുടെ കാലത്ത് കഅബൻ്റെ പുനർനിർമ്മാണം നടന്നു. ആ പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് എല്ലാവരും കഅബ ഉണ്ടാക്കാൻ വേണ്ടി കല്ല് കൊണ്ടുവരുന്നുണ്ട്. കല്ല് തലയിലേറ്റാൻ വേണ്ടിയിട്ട് തുണി അഴിച്ചിട്ട് തരിക ചിക്കുകയാണ് എല്ലാവരും. അത് പ്രശ്നമില്ല, കാരണം കഅബയുടെ അടുത്ത് അവർ വസ്ത്രം ധരിക്കാതെ പലപ്പോഴും നിൽക്കലുണ്ട്. അതൊരു പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് അവർ കണ്ടിരുന്നത്. എല്ലാവരും തുണി അഴിച്ചാണ് തലയിൽ വെച്ചു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചപ്പോഴേക്ക് ബോധരഹിതനായി. അങ്ങനെ പോലും നബി തങ്ങളുടെ ഔറത്ത് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല. കുട്ടികൾക്ക് ഈമാൻ ശരിയാണെങ്കിൽ മുഹമ്മദ് നബീൻ്റെ കുട്ടിക്കാലം മുതലെല്ലാം പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന് ഒറ്റ അസ്ലാണുള്ളത്, നബി തങ്ങളോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. മീസാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് മുഹമ്മദ് നബി റസൂലാണ് എന്നുള്ളതാണ്.
സ്വർഗമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്നുള്ളതാണ്. നരകമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്നുള്ളതാണ്. ഗൈബിയായ വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ ആദ്യമായി അനുഭവിക്കുന്ന അനുഭവം സക്കറാത്തുൽ മൗത്താണ്. പക്ഷെ ഇന്ന് വരെ അത് അനുഭവിച്ച ആരും നല്ല വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. മറഞ്ഞ വിശ്വാസങ്ങൾ, ഗൈബിയായ വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ ആദ്യമായി അനുഭവിക്കേണ്ട അനുഭവം സക്കറാത്തുൽ മൗത്താണ്, മരണത്തിൻ്റെ വേദനയാണ്. എന്നാൽ ഇന്ന് വരെ മരിച്ചൊരാളും നല്ല വരുത്തുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ നമ്മളത് വിശ്വസിക്കുന്നതിൻ്റെ കാരണം? സക്കറാത്തുൽ മൗത്ത് എന്നത് വിശ്വസിക്കുന്നതിൻ്റെ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാകുന്നു എന്ന വിശ്വാസമാണ്. മീസാൻ എന്ന തുലാസ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്ന വിശ്വാസം വന്നതാണ്. അത് നമ്മളെല്ലാവരും പരിശോധിച്ചാലും കാണാൻ പറ്റും.